ഗോതമ്പ് പൊടി കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുമായിട്ട് നല്ലൊരു അലുവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 1 കപ്പ് നെയ്യാണ് ഇത്. നമ്മളിത് ഹോം മെയ്ഡ് ഗീയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണിത്. 1 കപ്പ് പഞ്ചസാര. നമുക്ക് ആവശ്യമുള്ള പോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇടാം. ഞാൻ ഇച്ചിരി കപ്പലണ്ടിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ പഞ്ചസാര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുക്കണം. ആദ്യം തന്നെ ഈ ഗോതമ്പ് പൊടി നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കണം. എങ്കിലേ ആ പച്ചമണം മാറുള്ളൂ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി. ഞാനൊരു കടയിൽ വെച്ചിട്ട് നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കണം. ഇത് നല്ല സ്ലോ ഫ്ലെയിമിൽ വേണം വെച്ച് നമ്മൾ ഇളക്കി നല്ലതുപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഗോതമ്പ് പൊടി ഇളക്കണം. അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പച്ചമണം മാറുമല്ല. ഫുൾ ഫ്ലെയിമിൽ വെക്കല്ലേ, സ്ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഗോതമ്പ് പൊടി നല്ലപോലെ മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് ഈ പഞ്ചസാര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒരുപാട് പാനിയാവേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മുടെ ഗോതമ്പ് പൊടി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഈ നെയ്ക്കകത്ത് ഗോതമ്പ് പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നല്ല ഒരു നല്ല മണം നമുക്ക് വരും. അപ്പം തന്നെ അറിയാൻ പറ്റും ഗോതമ്പ് പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ടെന്ന്. അപ്പം ഞാനിനി ഈ പഞ്ചസാര മെൽറ്റാക്കിയ ഈ വെള്ളം നമുക്ക് കുറേശ്ശെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം, കട്ട കെട്ടാതെ. പിന്നെ നമ്മൾ നല്ലതുപോലെ ഇളക്കി നല്ല ഒരു അലുവയുടെ പരുവാകുന്ന പരുവത്തിൽ നമുക്ക് ഇളക്കി പറ്റിച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പം ഈ കപ്പലണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ആ അലുവയുടെ പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് വാങ്ങണം. ഗോതമ്പൊടി നല്ലതുപോലെ മൂത്തതായതുകൊണ്ട് ഒരുപാട് സമയം പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ചൂടോടുകൂടി തന്നെ നമ്മളൊരു ബൗളിനകത്താക്കി സെറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ്. നമുക്കൊരു ബൗളിലോട്ട് എടുത്ത് സെറ്റ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള അലുവ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ബൗളിലോട്ട് എടുത്തൊന്ന് നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കമത്തി എടുത്തതാണ്. നമുക്ക് അലുവ കാണുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുമല്ലേ നല്ലേ. ഈ ദീപാവലിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി.